അങ്ങനെയാണല്ലോ അത്. നെഗറ്റീവ് അങ്ങനെ തന്നെ പറയണ്ട, സത്യം പോലെ പറയണ്ട. കുറച്ചു കാലം മുന്നേ ട്വിറ്ററിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കുറച്ച് ഇന്ത്യക്കാർ ഒരു ബസ്സിൽ ഇരുന്നിട്ട് പാട്ട് പാടുകയും അവിടെയുള്ള സിറ്റിസൻസ് അതിലൊരു ബുദ്ധിമുട്ട് കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള വീഡിയോസ് കുറേ സോഷ്യൽ മീഡിയയിൽ വരികയും ഒരുപാട് ആളുകൾ ഇതിനെ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ റീലുകൾ ഇടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണ്. നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്താണ് ഇന്ത്യക്കാരുടെ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ, എന്താണ് അവിടെയുള്ള സിറ്റിസൻസ്, അവിടെയുള്ള ആളുകൾ ഈ രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള കാരണം, ഇത് മാറ്റാണ് എന്താണ് മാർഗം. നമ്മൾ ഇന്ന് വിദേശത്തുള്ള എല്ലാ രാജ്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ UK, കാനഡ പോലുള്ള രാജ്യങ്ങളെ കുറിച്ചോ എന്നല്ല പറയുന്നത്. മലയാളി സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന രാജ്യങ്ങളിലുള്ള കുട്ടികളുടെയും അവിടെയുള്ള ആളുകളുടെയും അവസ്ഥയെ കുറിച്ചാണ്. കാരണം ഈ രാജ്യങ്ങളിലാണ് ഞാൻ നേരിട്ട് പോയിട്ടുള്ളതും അവിടെയുള്ള ആളുകളെ നേരിട്ട് അറിയുന്നതും അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ളതും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഞാൻ പോവുകയും അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അവിടെയുള്ള കുട്ടികളുമായിട്ടും അവിടെയുള്ള നേറ്റീവ്സായിട്ടും അവിടെയുള്ള പല സാഹചര്യങ്ങളിൽ നിന്നിട്ടുള്ളതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയ സമയത്ത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന നമ്മുടെ കൊളീഗിന് വേണ്ടിയിട്ട് ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യൻസിന് ഒരുപാട് നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ ഒരുപാട് വ്ളോഗുകളുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഉസ്ബെക്കിസ്ഥാനിൽ ശരിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റിയിലൂടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വരികയും നമ്മളെ പരിചയപ്പെടുകയും ഫോട്ടോ എടുക്കുകയും അത് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉസ്ബെക്കിസ്ഥാനിൽ സിനിമകളൊന്നുമില്ല. ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ സമയത്താണെങ്കിലും ഇന്ത്യയിലുള്ള ഹിന്ദി സിനിമകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഷകളിലെ സിനിമകൾ റഷ്യനിലേക്ക് അല്ലെങ്കിൽ ഉസ്ബെക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോഴും നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോട്ടലിൽ അല്ലെങ്കിൽ റൂമിലൊക്കെ TV ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോഴും രാജ്കുമാറിന്റെയും അമിതാഭ് ബച്ചന്റെ ഒക്കെ പഴയ സിനിമകളുണ്ടല്ലോ, അതുപോലെ തന്നെ കൃഷ്, ഇതുപോലുള്ള സിനിമകളാണ് ഇപ്പോഴും അവിടെ ഉസ്ബെക്കിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പോയ സമയത്ത് അവർ പറയാറുണ്ടായിരുന്നു, അതായത് രജനീകാന്ത് ഉസ്ബെക്ക് സംസാരിക്കുന്നത് പിന്നെ ഉസ്ബെക്ക് പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളത്. ആ ഒരു രീതിയിലാണ് സിനിമകളൊക്കെ ഉള്ളത്. അതായത് അവരിപ്പോഴും കാണുന്നത് ഇന്ത്യൻ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻസ് എന്ന് പറയുന്നത് അവർ സിനിമകളിൽ കണ്ടിട്ടുള്ള അവരെ പോലെ അല്ലാത്ത മറ്റൊരു, കാരണം നമ്മളെ കാണാൻ ഉസ്ബെക്കുകളെ പോലെ അല്ല, രൂപത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കൗതുകമാണ് ഇന്ത്യൻസിൽ കാണുമ്പോൾ. അപ്പോൾ അവർ നമ്മളെ കാണുന്ന സമയത്ത് നമ്മൾ അടുത്തേക്ക് വരികയും പരിചയപ്പെടുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള അന്വേഷിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഞാൻ പോയ രാജ്യങ്ങളിൽ ഇന്ത്യൻസിനെ ഇത്രയും വെൽക്കം ചെയ്യുന്ന വേറൊരു രാജ്യമില്ല. അത്രയും അവർക്ക് ഇന്ത്യൻസിനെ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കൊളീഗിന് വീടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് പോയത്. അതായത് നമ്മുടെ നാട്ടിൽ ഈ ഹൈലൈറ്റ്, സ്കൈലൈൻ ഒക്കെ പോലില്ലേ, കുറെ ഫ്ലാറ്റുകളൊക്കെ ഉള്ള ഒന്നിച്ച് കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അതിലേക്കാണ് പോയത്. അപ്പൊ അവിടെ പോയിട്ട് ഫ്ലാറ്റൊക്കെ കണ്ട് ഓണറോട് സംസാരിച്ച് ഓക്കെയാണ്, എല്ലാവർക്കും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഓണർ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇപ്പം ഇന്ത്യൻസ് ആണ് രണ്ടാമതും ഈ ഫ്ലാറ്റ് കാണാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് പ്രകടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അവർ പറയണത് ഇന്ത്യൻസിന് ഇനി ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഫ്ലാറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ എനിക്കൊരു കൗതുകമായി, കാരണം ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ ഈ പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു ഫ്ലാറ്റിൽ മുന്നിൽ നിന്നത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഇവര് രാത്രി വളരെ ലേറ്റ് ആയിട്ടില്ല, അതായത് 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷവും നല്ല സൗണ്ടിൽ പാട്ട് വെക്കുക, പാർട്ടി നടത്തുക, വളരെ സ്മെല്ലുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചുറ്റുപാടുള്ള വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യൻസിന് ഇവിടെ വീട് കൊടുക്കണ്ട, ഒരു അപ്പാർട്ട്മെന്റ് കൊടുക്കണ്ട എന്നുള്ളത് കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്തിക്കാണ് എന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് ആലോചിച്ചപ്പോൾ എനിക്കും അത് ശരിയാണെന്നാണ് തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കുകൾ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 9 മണി 10 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് അതിരാവിലെ എണീക്കുന്ന പ്രകൃതമുള്ള ആൾക്കാരാണ്. അവർ ലേറ്റ് നൈറ്റിൽ പാർട്ടികളോ കാര്യങ്ങളോ അധികം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ന്യൂ ഇയറിന് പോലും വലിയ പരിപാടികളൊന്നും പല സ്ഥലങ്ങളിലും കാണാൻ പറ്റില്ല. ഇപ്പൊ താഷ്കന്തിലൊക്കെ ഉണ്ടാവുമെങ്കിലും മറ്റുള്ള സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ന്യൂ ഇയറിന് പോലും വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ലേറ്റ് നൈറ്റുള്ള പാർട്ടികളും പരിപാടികളൊക്കെ വളരെ കുറവുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും, അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളിലെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ള ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഉസ്ബെക്കിസ്ഥാനിലെ ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ സ്പൈസി ഫുഡുകളൊന്നുമല്ല. ഭയങ്കര എരിവും പുളിയൊന്നും ഉണ്ടാവില്ല, ഉപ്പുണ്ടാവും, അതേപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള മസാലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് നാവിന് എരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല.
അതായത് ഇങ്ങനെ ചെറുപ്പം മുതൽ ജനിച്ച മുതൽ മൈൽഡ് ആയിട്ടുള്ള മസാലകൾ മാത്രം കഴിച്ചിട്ടുള്ള അതിന്റെ സ്മെല്ല് മാത്രം അറിഞ്ഞിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മസാല, ഭയങ്കര ഓയിലി ആയിട്ടുള്ള മസാലകൾ എന്ത് ചെയ്യുന്നത് ഓയിൽ ഫ്രൈഡ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല മുളകിട്ട് ഫ്രൈ ചെയ്യുന്നതും എത്രമാത്രം സ്മെല്ല് തൊട്ടടുത്ത വീട്ടിലേക്ക് ഉണ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ ചുറ്റുപാട്ടിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ ഈ സ്മെല്ല് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ അവരുടെ ഒരു മെന്റാലിറ്റികളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശരിക്കും ഈ സ്മെല്ല് ഉസ്ബെക്കിലേക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കും. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉസ്ബെക്കി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇന്ത്യൻ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉസ്ബെക്കിലുള്ള റെസ്റ്റോറന്റിലേക്ക് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം മതി. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്താ ബിരിയാണി. അപ്പൊ നമ്മൾ ചെന്ന പിന്നെ ഓക്കെ നല്ല നോർത്ത് ഇന്ത്യൻ ബിരിയാണി പറയാം. അപ്പോൾ ബിരിയാണി കൊണ്ടുവന്നപ്പോൾ അതിന്റെ സ്മെല്ല് അടിച്ചപ്പോൾ തന്നെ അവർക്ക് ഒരു മുഖത്തൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് കഴിച്ചാൽ മതി, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സാധനം കഴിക്കാം. സാധാരണ നമ്മുടെ റീലുകളിലൊക്കെ ആണല്ലോ അറബികളൊക്കെ ബട്ടർ ചിക്കൻ ആൻഡ് നാനും മാത്രമാണ് കഴിക്കാറുള്ളത്. കാരണം ബട്ടർ ചിക്കൻ അത്ര മാത്രം എന്തില്ല ഒരു കുത്തുന്ന ഒരു ഇതല്ലല്ലോ, ബട്ടറിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞു. അവർ വേണ്ട ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇതല്ലേ നിങ്ങൾ മെയിൻ ആയിട്ടുള്ളത്, അപ്പൊ ഇത് തന്നെ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അവരൊരു സ്പൂൺ എടുത്ത് അത് കഴിച്ചു. അത് കഴിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇവരുടെ മുഖം ചുവന്ന് ഭയങ്കരമായിട്ട് കുരക്കാനും അവർ പെട്ടെന്ന് പോയിട്ട് വായും മുഖമൊക്കെ കഴുകി എന്നിട്ടൊന്നും ഇവർക്ക് അങ്ങോട്ട് റിക്കവർ ആകുന്നില്ല, ഭയങ്കരമായിട്ട് തലവേദന ആകുന്നത് പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ എക്സ്പീരിയൻസ് ഇതിന്റെ മുന്നോട്ട് ഇപ്പൊ ജോർജിയ നമ്മളെ ഡെലിഗേറ്റ്സ് യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചിക്കൻ കറിയൊക്കെ അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇതേ എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെ മുഖമൊക്കെ ചോന്നിട്ട് ഭയങ്കരമായിട്ട് അവർ അതിനെ റിയാക്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എരിവുള്ള സാധനങ്ങൾ കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ മുഖമൊക്കെ ചോന്ന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇതേപോലെ തന്നെയാണ് ഇവരും. കാരണം ഇവർ ജനിച്ച് ഇന്ന് വരെ ഇത്രയും സ്പൈസി ആയിട്ടുള്ള മസാല കഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളിലേക്കാണ് നമ്മൾ ഈ ഒരു മസാല ഇല്ലെങ്കിൽ സ്പൈസുള്ള സാധനങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലുകൾ വരുന്നത്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. അത് അത്രയും തലവേദനയും കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈ സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവർ കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് ഡിസൈഡ് ചെയ്തത് ഇവിടെ ഇന്ത്യൻസിന് കൊടുക്കേണ്ടത്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഈ കാനഡ, UK മാത്രമല്ല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ജോർജിയ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഉള്ളത്. പൊതുവെ ഈ ഒരു ഇഷ്യൂ വരുന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഫുഡ് ഹാബിറ്റ് ഇങ്ങനെയാണ്, അവരുടെ രീതികൾ ഇങ്ങനെയാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അവരുണ്ടാക്കുമ്പോൾ അവർ ആലോചിക്കുന്നതിൽ ഇത്രയും എഫക്ട് മറ്റുള്ളവർക്ക് വരുന്നുള്ളൂ. അപ്പൊ ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അബ്രോഡ് പോകുന്ന കുട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ഇങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതേ സിറ്റുവേഷൻ ജോർജിയയിൽ ഉണ്ടായിട്ടുണ്ട്. ജോർജിയയിൽ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് വിളിച്ചിട്ട് പറഞ്ഞു ഓണർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ അപ്പാർട്ട്മെന്റ് മാറണം. അപ്പൊ ഞാൻ ഓണറോട് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു ഇന്നലെ രാത്രി അവിടെ എന്തോ അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ ലേറ്റ് നൈറ്റ് ഒരു 12 മണി 1 മണി വരെ ഇവർ ഭയങ്കര പാട്ടും പിന്നെ ഡാൻസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകൾ പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീട് മാറാൻ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ വീട് മാറുന്ന കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല, വേറെ അപ്പാർട്ട്മെന്റ് എടുത്ത് നമ്മൾ മാറാനൊക്കെ പറ്റി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ജോർജിയ പോലൊരു രാജ്യം രാത്രി വല്ലാതെ നോയ്സ് ഉണ്ടാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പോലീസിൽ പറഞ്ഞാൽ പോലീസ് വന്നിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു രാജ്യമാണ്. അതേപോലെ തന്നെയാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ, അതായത് ഈ ബസ്സിലും മെട്രോയിലൊക്കെ ജോർജിയയിൽ പോകുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ കൂടി നിന്ന് വർത്താനം പറയും. നമ്മൾ സാധാരണ ബസ് കയറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമല്ലോ. പക്ഷെ ജോർജിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ബസ് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളോട് ചോദിച്ചാൽ നമ്മുടെ വീഡിയോയിലൊക്കെ ബ്ലോക്കിലൊക്കെ കാണാൻ പറ്റും. അതായത് അവർ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് അങ്ങനെ പാട്ട് കേട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പേര് കുട്ടികൾ ഒന്നിച്ച് കയറി കഴിഞ്ഞാൽ അവരവരുടെ കഥകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വളരെ സൈലന്റ് ആയിട്ടാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാനും പല സമയത്തും ട്രെയിനിലൊക്കെ കയറി സംസാരിക്കുന്ന സമയത്ത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് ശബ്ദത്തിലാണ് പറയുന്നത്, ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതായത് കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാവില്ല അവർ ഒച്ചത്തിലാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളത്. കാരണം നമ്മൾ നോർമലി ശീലിച്ചത് അങ്ങനെയാണ്. കാരണം നമ്മൾ കുറച്ച് ശബ്ദത്തിലാണ് സാധാരണ സംസാരിക്കാറുള്ളത്. അപ്പൊ അവർ വളരെ സൈലന്റ് ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ തന്നെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിന് പാട്ട് പാടാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ട്രെയിനിന് പാട്ട് പാടാന്ന് പറയുന്നത് നമുക്കൊരു എൻജോയ്മെന്റ് ഉള്ള കാര്യമാണ്, എല്ലാവരും ചിലപ്പോൾ ആസ്വദിച്ചേക്കാം. പക്ഷെ അങ്ങനെയുള്ള രാജ്യങ്ങളല്ല, ഇന്ത്യ പോലെ അങ്ങനെ ഒരു കൾച്ചറുള്ള ആളുകളല്ല അബ്രോഡുള്ള പല രാജ്യങ്ങളിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ ഉസ്ബെക്കിസ്ഥാന്റെ കേസ് പറഞ്ഞല്ലോ, അപ്പാർട്ട്മെന്റ് നോക്കാൻ പോയത്. അതേപോലെ ഇപ്പൊ ജോർജിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജോർജിയയിൽ ശരിക്കും നമുക്ക് അപ്പാർട്ട്മെന്റ് കുട്ടികൾക്ക് റെന്റൽ എടുക്കാൻ വേണ്ടി ഒരു ഓണറിന് മെസ്സേജ് കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ആരാണ് വരുന്നത്, ഏത് രാജ്യക്കാരാണെന്നുള്ളതാണ്. ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ഓണേഴ്സ് പറയും പറ്റില്ല, ഇന്ത്യൻസിന് അപ്പാർട്ട്മെന്റ് കൊടുക്കൂല. ഇത് ഇപ്പൊ ജോർജിയയിൽ നിൽക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ജോർജിയയിലുള്ള ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും ഇന്ത്യൻസിന് ജോർജിയയിൽ അപ്പാർട്ട്മെന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജോർജിയയിൽ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് പറയുന്നതാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ വല്ലാതെ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ ഈ ഓയിൽ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ അവരുടെ ചുമരുമലൊക്കെ തെറിച്ചിട്ട് അവിടെയൊക്കെ വല്ലാതെ കറകളും കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളാണ് പഠിക്കുന്ന സമയത്താണ്, അപ്പൊ അവർ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഫർണിച്ചറുകളൊക്കെ പൊട്ടിപ്പോവാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഡാമേജുകൾ ഫ്ലാറ്റിൽ അപ്പാർട്ട്മെന്റിൽ
കുറെ വരാറുണ്ട്. അപ്പൊ ഇതുകൊണ്ടും കൂടി അവരെന്തെന്ന് വെച്ചാൽ അപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നതിനൊന്നും മടിക്കാറുണ്ട്. ജോർജിയയിലുള്ള ഭൂരിഭാഗം കുട്ടികൾക്ക് ഇത് അറിയായിരിക്കും. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ജോർജിയയിൽ അപ്പാർട്ട്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ മാത്രം നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കുറച്ച് മെസ്സി ആയിട്ടാണ് നമ്മൾ അപ്പാർട്ട്മെന്റുകളൊക്കെ കീപ്പ് ചെയ്യുക. എന്നാൽ ജോർജിയൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ, സെൻട്രൽ ഏഷ്യയുള്ള രാജ്യങ്ങളിലുള്ള എല്ലാവരും ഓൾമോസ്റ്റ് ഞാൻ കണ്ടേക്കുന്ന എല്ലാ രാജ്യങ്ങളിലെ ആളുകൾ വളരെ നീറ്റായിട്ടാണ്, വളരെ വൃത്തിക്കാണ് അപ്പാർട്ട്മെന്റ് അവരുടെ ചുറ്റുപാടുകളെല്ലാം കീപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഉസ്ബെക്കിസ്ഥാനിലെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റിൽ പോയ സമയത്ത് ഓണർ പറഞ്ഞത് ഇവിടെ ഇതിന്റെ മുന്നേ നിന്ന് ഇന്ത്യൻസ് ചെരുപ്പ് വീടിന്റെ ഉള്ളിൽ കഴിച്ചിടാറുണ്ടായിരുന്നു. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ചെരുപ്പ് എന്ന് പറയുന്നത് പുറത്ത് ചവിട്ടി നടക്കുന്നതാണ്, പല സ്ഥലങ്ങളിൽ ചവിട്ടി നടക്കുന്ന സാധനമാണ്. ഇത് പുറത്ത് മാത്രം വീടിന്റെ പുറത്തേ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും, ബാക്കിയുള്ള ആളുകളുണ്ടാവും, അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ വരും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അവർ പുറത്ത് മാത്രം കീപ്പ് ചെയ്യുന്നത്. അതായത് അത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ഓരോ ഇങ്ങനെ നീറ്റായിട്ട് ഇല്ലെങ്കിൽ ഇത്രയും വൃത്തി കൊണ്ടുവന്ന ആളുകളാണെങ്കിൽ അവരെന്തിനാണ് ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ -5ഉം -10ഉം ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള രാജ്യങ്ങളാണ്. അവിടെ പോയിട്ട് നിങ്ങൾ വെള്ളം തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധം പറഞ്ഞാൽ അവർക്ക് പറ്റൂല. കാരണം അവർ കുറെ കാലമായിട്ട് ഈ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്ത് ശീലിച്ചാണ്. അവർ ചെറുപ്പം മുതൽ അത് ശീലിച്ചു വന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നീറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഭൂരിഭാഗവും ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണ്. അതായത് കടലിൽ എത്തണമെങ്കിൽ അവർക്ക് വേറൊരു രാജ്യം കടന്നിട്ട് വേണം പോകണമെങ്കിൽ. അതായത് വെള്ളത്തിന്റെ അവൈലബിലിറ്റി വളരെ കുറവുള്ള രാജ്യങ്ങളാണ് ഇതല്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളം സേവ് ചെയ്യാനും കൂടിയാണ് അവർ ഈ ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതൊന്നും നമുക്കിവിടെ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഞാൻ കസാക്കിലെ സ്റ്റുഡൻസിന്റെ കൂടെ ഉള്ള സമയത്ത് കസാക്കികൾ ഇന്ത്യൻ സ്റ്റുഡൻസ് പോകുന്ന സമയത്ത് മൂക്കിങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാല ഉള്ള ഫുഡുകൾ അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് അതിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ മേത്തും മുടിയിലും എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊന്നും ഇത് ശരിക്കും സ്മെൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ഓൾറെഡി കേട്ട് പരിചയമുള്ള സ്മെല്ലാണ്. അതുകൊണ്ട് നമ്മളെ ബ്രെയിൻ അത് എന്ത് ചെയ്യില്ല, അത് സെൻസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു തരില്ല ഇതൊരു വേറൊരു സ്മെല്ലാണെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെൻസേഷൻ കിട്ടൂല. എന്നാൽ ഈ സ്മെല്ല് ഇന്ന് വരെ ജനിച്ചിട്ട് ഇതുവരെ അനുഭവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ചെറുതായിട്ട് അത് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിലുള്ള ആക്ഷൻ കാണിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് വെച്ചാൽ അതുകൊണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകുന്ന സമയത്ത് നീറ്റായിട്ട് കഴുകിയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ വൃത്തിക്ക് കൈ സ്മെല്ലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇറങ്ങുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു കനേഡിയൻ സിറ്റിസൺ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുഴുവൻ ഇവിടെ ഒരു ഇന്ത്യൻ ഗ്രൂപ്പ് അവരുടെ കല്യാണ പാർട്ടി നടക്കായിരുന്നു. രാത്രി മുഴുവൻ ഇവിടെ ബഹളായിരുന്നു. റോഡിലൂടെയൊക്കെ അവരുടെ റാലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനും റിയാക്ട് ചെയ്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശബ്ദങ്ങളും ഒരുപാട് വർണ്ണങ്ങളും കളറുകളൊക്കെ ഉള്ള ഒരു കൾച്ചറാണ്. ഇപ്പൊ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ സെലിബ്രേഷനിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര ശബ്ദങ്ങളൊക്കെ ഉള്ള സെലിബ്രേഷൻസ് ആണ്. ചെണ്ടമേളവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ആഘോഷങ്ങളൊന്നും അങ്ങ് എവിടെ എത്തൂല. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള കൾച്ചറാണ് ഇന്ത്യ. അതും കൾച്ചർ മോശമാണെന്നല്ല പറയുന്നത്. നമ്മൾ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള പല രീതിയിലുള്ള ആളുകൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൾച്ചറിലേക്ക് പല സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൾച്ചർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുന്ന സമയത്ത്, മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ഈ ആഘോഷങ്ങളോ ഇല്ലെങ്കിൽ ഈ കൾച്ചറോ അറിഞ്ഞ ആളുകളോ അനുഭവിച്ച ആളുകളോ എല്ലാം വരും. അപ്പൊ അവരിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൾച്ചർ അവിടെ കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. അതായത് ഈ കാനഡയിലുള്ള ബസ് കയറിയിട്ട് നമ്മൾ പാട്ട് പാടുമ്പോഴാണ് പ്രശ്നം. നമ്മൾ അവരെ പോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ വിവാഹ ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് അവരുടെ നാട്ടിലുള്ളത് പോലെ വളരെ സൈലന്റ് ആയിട്ട് നടത്തിയ പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ കൾച്ചർ അതുപോലെ അവിടത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്താണ് ഇപ്പം ഒരാളോ രണ്ടാളോ ഒരു രാജ്യത്തുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ ഇപ്പൊ നമങ്ങാന് അല്ലെങ്കിൽ ആൻഡിജൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻസ് പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻസിന് ഇപ്പോഴും ഭയങ്കര കാര്യമാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് 1-2 ഇന്ത്യൻസ് ഉള്ള സമയത്ത് അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് പൊതുവെ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചർ നമ്മൾ അവിടെ കൊണ്ടുവരാൻ നോക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവരുടെ കൾച്ചറിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ബഹുമാനിക്കണം. കാരണം അവരവിടെ ജനിച്ചു വന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൾച്ചർ അവർക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളവിടെ പഠിക്കാൻ വേണ്ടി പോയ ആളുകളാണെങ്കിൽ നമ്മൾ അവരുടെ കൾച്ചറിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ പൊതുവെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ, മറ്റുള്ള രാജ്യങ്ങളിലെ സിറ്റിസൺസ് ഇന്ത്യക്കാരോട് ഇങ്ങനെ പെരുമാറാൻ കാരണം സോഷ്യൽ മീഡിയ പുറത്തുവിടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുന്നിലേക്ക് വെക്കുന്ന ഇന്ത്യയുടെ ചിത്രം എന്ന് പറയുന്നത് വളരെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ജീവിക്കുകയും വളരെ വൃത്തിയില്ലാത്ത ഫുഡുകൾ കഴിക്കുകയും ആളുകളെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യാത്ത ആളുകളായിട്ടാണ് സോഷ്യൽ മീഡിയ പൊതുവെ ഇന്ത്യയെ പ്രസന്റ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള പല നാടുകളിലെയും സ്ട്രീറ്റ് ഫുഡുകളും അവിടെയുള്ള കൾച്ചറുകളും മാത്രം എടുത്ത് പ്രസന്റ് ചെയ്തിട്ട് ഇതാണ് ഇന്ത്യ എന്നുള്ള ഒറ്റ ചിത്രത്തിലേക്കാണ് ലോകത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം വരുന്നത്. അപ്പൊ ഈ ഒരു മുൻവീതി ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് പൊതുവെ ആളുകൾ ഇന്ത്യക്കാരോട് പെരുമാറുന്ന സമയത്ത്, ഇപ്പം ഞാൻ തന്നെ ജോർജിയയിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് ജോർജിയൻസ് മാറിയിരിക്കുന്നതും അതുപോലെ എണീച്ച് പോകുന്ന രീതിയിലൊക്കെ. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും സോഷ്യൽ മീഡിയ മുന്നിലേക്ക് വെക്കുന്ന ഇന്ത്യയുടെ ആ ഒരു ഒറ്റ
ചിത്രം, അതായത് വളരെ ദാരിദ്ര്യം പിടിച്ചപ്പോൾ നമ്മൾ നൈജീരിയൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആലോചിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ. ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ പണ്ട് ഉസ്ബെക്കിസ്ഥാൻ കാണുന്നതിന്റെ മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ഉസ്ബെക്കിസ്ഥാൻ കാണുന്നതിന്റെ മുന്നേ ഉസ്ബെക്കിസ്ഥാനിൽ MBBS എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനോ, അപ്പൊ എന്റെ മനസ്സിൽ വരുന്ന ശരിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ അഫ്ഗാനിസ്ഥാനൊക്കെ പോലുള്ള ഒരു പിക്ചറാണ് വരുന്നത്. കാരണം സ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ ആ ഒരു പിക്ചറാണ് വരുന്നത്. അതായത് സ്ഥാനുകളിലെല്ലാം പ്രശ്നങ്ങളാണ്, പിന്നെ യുദ്ധങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പിക്ചറായിരുന്നു എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പഠിക്കാൻ പോകാൻ പറ്റും. അവിടെയൊക്കെ എന്താ ഉണ്ടാവുക, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ. കസാഖിസ്ഥാൻ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സിറ്റികളൊക്കെ ശരിക്കും നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ കാണുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിറ്റികളും അതുപോലെ തന്നെ ആളുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ പോയി നമ്മളത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത്. അതിന്റെ മുന്നേ നമ്മുടെ മനസ്സിൽ ഒരു ഒറ്റ ചിത്രമാണ് ഉസ്ബെക്കിസ്ഥാൻ. ആ സ്ഥാൻ എന്ന് പറയുന്ന ഒറ്റ പേര് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മുൻവീതി വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഓ, സ്ഥാനുള്ള രാജ്യമല്ലേ, അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രശ്നങ്ങളായിരിക്കും എന്ന രീതിയിൽ ആ മുൻവീതി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, അതേപോലെ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ചും തോന്നുന്നത്. ഇപ്പൊ നമുക്ക് ആഫ്രിക്ക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്, ഒരു ചിത്രമുണ്ട്. ആ ഒറ്റ ചിത്രത്തിലാണ് നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ മുഴുവൻ കാണുന്നത്. ആഫ്രിക്കയിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റികളും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിത്രമാണ്. ഇതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളെ സിറ്റിസനും കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ചിത്രമുണ്ട്, അതാണ് ഇന്ത്യ, അതാണ് ഇന്ത്യക്കാർ. ശരിക്കും ഇങ്ങനെ ഒരു ചിത്രം ഇന്ത്യയെ കുറിച്ചിട്ട് പുറത്ത് വരാൻ കാരണം ഇപ്പൊ ഞങ്ങൾ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ ടൂർ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ഫുൾ ടീം ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ കണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ ഓൾമോസ്റ്റ് ഒരു 1.5-2 ആഴ്ചയോളം നിന്നിട്ട് തിരിച്ച് ഡൽഹി കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പൊ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഡൽഹി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രാവിലെ ഓൾമോസ്റ്റ് ഒരു 7:00-ക്കാണ് പിന്നെ ഡൽഹിയിൽ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ജുമാ മസ്ജിദ്, കുത്തബ് മിനാർ ആ ഒരു ഭാഗത്തേക്ക് പോയി. അപ്പോൾ ജുമാ മസ്ജിദിന്റെ മുന്നിൽ ഒരു 7 മണി 7:00 ആകുന്ന സമയത്ത് ക്ലീനിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അതിന്റെ മുന്നിലൊക്കെ ഫുള്ള് ചപ്പ് ചവറുകളുടെ കൂമലാക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ, ഒരു ഗല്ലി രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അതിന്റെ ഇടയിലാണ് ഈ ഡൽഹിയിലുള്ള ജുമാ മസ്ജിദിന്റെ മുന്നിൽ നമ്മൾ റീല് കാണുന്ന ഫേമസ് ആയിട്ടുള്ള എല്ലാ കടകളും ഉള്ളത്. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാം, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടുന്ന് ഒരു ചായ കുടിക്കാൻ പോലും നമ്മളെ ടീമിലുള്ള ആളുകൾ റെഡി ആയില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു അതിന്റെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അപ്പോൾ വല്ലാതെ അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് ക്ലീൻ ചെയ്ത് അവർ വൃത്തിയാക്കിയിട്ട് പിന്നെ അത് ഇത് സിറ്റി ഒന്ന് ഉണരുന്ന സമയത്ത് 8 മണി 8:30 ആകുമ്പോഴത്തേക്കെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുമായിരിക്കും. പക്ഷെ അവർ വന്ന സമയത്ത് അവർ കണ്ട ചിത്രം അതാണ്. ഇന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി എന്ന് പറയുന്നതിന്റെ അവരുടെ ചിത്രം അതാണ്. അപ്പൊ ഇതുപോലെയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാർ മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും കേരളം ഇതാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് പ്രസന്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പൊ അത് എളുപ്പമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൾച്ചറും അവരുടെ ലിവിംഗ് സ്റ്റൈലും അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ജോർജിയയിലാണ്, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലാണ്, അല്ലെങ്കിൽ കസാഖിസ്ഥാനിലാണ്, അല്ലെങ്കിൽ അർമേനിയയിലാണ്, അല്ലെങ്കിൽ ഈജിപ്തിലാണ്, ഏത് രാജ്യത്താണോ നമ്മൾ ജീവിക്കുന്നത് ആ രാജ്യത്തെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പോകുന്നതിന്റെ മുന്നേ, അതായത് അവിടെ പഠിക്കാൻ അല്ലെങ്കിൽ അവിടെ PR എടുക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ അവിടെ പോകുന്നതിന്റെ മുന്നേ അവരുടെ രീതികൾ മനസ്സിലാക്കിയതിനു ശേഷം, അവരുടെ ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം, അതായത് പണ്ടുള്ളവർ പറയാറില്ലേ പാമ്പിനെ തിന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കണ്ടം തന്നെ തിന്നണം. അതുപോലെ നമ്മൾ ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരിൽ ഒരാളായി മാറാൻ നോക്കുക. ഇപ്പൊ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലെ ആളുകൾ ഇങ്ങനെ പെരുമാറാൻ കാരണം, ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം ഇന്ത്യക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ കുറഞ്ഞ പൈസക്ക് ലേബറുകളെടുക്ക് ജോലി ചെയ്യുകയും അവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയും വരും. അതുപോലെ തന്നെ ഇവരുടെ ആഘോഷങ്ങളെല്ലാം പതിയെ ഇന്ത്യൻസിന്റെ ആഘോഷങ്ങളായി മാറിപ്പോകും എന്നുള്ള പേടി കൊണ്ടാണ്. ശരിക്ക് അത് മാത്രമല്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ജോർജിയ അല്ലെങ്കിൽ അസർബൈജാൻ അല്ലെങ്കിൽ ബൾഗേറിയ പോലുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്ന ഒരു കുട്ടികളും അല്ലെങ്കിൽ 99% കുട്ടികളും ആ രാജ്യത്ത് PR എടുക്കാനോ അല്ലെങ്കിൽ ആ രാജ്യത്ത് സെറ്റിൽ ചെയ്യാനോ ആഗ്രഹിക്കുന്ന ആളുകളല്ല. അവർ ഒന്നെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽ ആവാനോ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ രാജ്യത്ത് പോലും ഈ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് അതിനുള്ള ഒരു കാരണമായേക്കാം. പക്ഷെ പ്രൈമറി, അതായത് പ്രധാനപ്പെട്ട കാരണം അത് മാത്രമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൾച്ചറായിട്ട് അലൈൻഡായി നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അബ്രോഡൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അത് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അതായത് വൃത്തിക്ക് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെക്കുക. അതായത് നമ്മുടെ റൂമുകളും നമ്മുടെ പരിസരവും എല്ലാം എപ്പോഴും വൃത്തിയാക്കിയിടണം. അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ട് സാധനങ്ങളൊന്നും ഇടാതെ, അതായത് കിച്ചൺ യൂസ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ കറയും കാര്യങ്ങളൊന്നും ആക്കാതെ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒന്നാകെയുള്ള പിക്ചർ മാറും. പിന്നെ അതേപോലെ അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ലേറ്റ് നൈറ്റുള്ള പാർട്ടികൾ. അതായത് നിങ്ങൾ അപ്പാർട്ട്മെന്റിൽ നിന്നിട്ട് 9 മണിക്കും 10 മണിക്കും ശേഷമുള്ള ബർത്ത്ഡേ പാർട്ടികളും 12 മണി വരെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളെല്ലാം നിർത്തുക. അങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പബ്ബുകളും കാര്യങ്ങളൊക്കെ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഈ ആഘോഷങ്ങളൊന്നും കൊണ്ടുവരാതിരുന്നാൽ മതി. അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പം ഈ ആഘോഷങ്ങളൊന്നും ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ ചുറ്റും അവിടെ ഒരുപാട് ആളുകൾ ഈ കൾച്ചറിൽ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ടികളൊക്കെ നിങ്ങളെ അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റിയിട്ട് മറ്റെവിടത്തേക്കെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഭാഗങ്ങളിലേക്ക്
മാറ്റാം. പിന്നെ അതേപോലെ നമ്മൾ വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സോപ്പ് ഇട്ടിട്ട് കഴുകി ആ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുക. അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കാതെ, അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാതെ വളരെ സൈലന്റ് ആയിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ നിൽക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള മാറ്റം നമ്മളെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരും പതിയെ മാറിക്കൊള്ളും. ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻസ് വളരെ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളായിട്ടുള്ള ഇപ്പോൾ പറഞ്ഞു ഉസ്ബെക്കിസ്ഥാൻ, ആൻഡിജൻ, അതേപോലെ തന്നെ നമങ്കാനൊക്കെ പോലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യൻസുമായിട്ടുള്ള പെരുമാറ്റം എൻ്റർലി ഡിഫറൻ്റ് ആണ്. അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഈ പ്രശ്നങ്ങൾ ചെയ്യുമ്പോഴാണ്, ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റ് കൊടുക്കൂല എന്നുള്ളതും ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വരുന്നത്. കസാഖിസ്ഥാനിൽ തുടക്കത്തിൽ പോയിട്ടുള്ള കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇതേ റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഇപ്പം റൊമാനിയയിൽ ഉള്ള കുട്ടികൾ പറയാറുണ്ട് റൊമാനിയയിൽ ഇന്ത്യൻസിന് ഭയങ്കര വെൽക്കമിംഗ് ആണ്. റൊമാനിയയിൽ പിന്നെ ഒറാഡിയയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പൊതുവെ പറയാറുണ്ട്, അതായത് ഭയങ്കര വെൽക്കമിംഗ് ആണ്, നല്ല രീതിയിൽ നല്ല പെരുമാറ്റമാണെന്നൊക്കെ. കാരണം അവിടെ ഇന്ത്യൻസ് കുറവാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല. നമ്മുടെ എണ്ണം കൂടി വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് ഈ രീതിയിലുള്ള ബിഹേവിയറുകൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എണ്ണം കൂടിയാലും ശരി, കൂടുതൽ ആളുകൾ ഉണ്ടായാലും ശരി, നമ്മളെപ്പോഴും ഒരു കൾച്ചറിൽ നിൽക്കുന്ന സമയത്ത് ആ കൾച്ചറിനോട് അലൈൻഡ് ആയിട്ട് നിൽക്കാനും അപ്പൊ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിയുടെ മുകളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം അബ്രോഡ് MBBS പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളെയും അഡ്രസ് ചെയ്ത് പറയാ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് MBBS ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുക. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിന് ഓരോ വ്യൂ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ വ്യൂ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരുടെയും വ്യൂ ശരിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം.